NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ള GK ക്വസ്റ്റ്യൻസ് എല്ലാം അത്യാവശ്യം നല്ല കട്ടക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആരും പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസ് ആണ്. മാർക്ക് അത്യാവശ്യം എല്ലാവരുടെയും പോയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതായത് ഒരിക്കലും നമ്മൾ ആരും അത്രയും ഡീപ്പായിട്ടോ അല്ലെങ്കിൽ അത്രയും എക്സ്പെക്ട് ചെയ്യുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നില്ല NTPC ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പോൾ GK ആണ് നമ്മുടെ റാങ്ക് എന്തായാലും നിർണ്ണയിക്കാനായിട്ട് പോകുന്നത്. എന്നിരുന്നാലും ശരി, ഇതുവരെ ചോദിച്ചിട്ടുള്ള GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതിന്റെ വിശദമായിട്ടുള്ള നോട്ടും ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ആ ചോദിച്ചിരിക്കുന്ന പോയിന്റുകൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ഒന്ന് രണ്ട് റിലേറ്റഡ് ഫാക്ട് ഞാൻ ഇട്ടിട്ടുണ്ടാവും, അതുകൂടി ഒന്ന് നോക്കി വെച്ചോ. നമുക്ക് മാക്സിമം മാർക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റും. കാരണം ഈ ടോപ്പിക്കിന്റെ ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിക്കാൻ പോകുന്നത്. ഇപ്പോൾ പൊളിറ്റി നോക്കിയാൽ തന്നെ ഒരു ബന്ധവുമില്ലാത്ത, അങ്ങനെ ആരും പഠിക്കാത്ത ആർട്ടിക്കിൾസ് വരെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതെന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് കുറച്ച് സമയം കൊണ്ട് ഈ വീഡിയോയിൽ എന്തായാലും പറഞ്ഞുതരാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അജന്ത കേവ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ബുദ്ധിസ്റ്റ് കേവ് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് ബുദ്ധയുടെ സംതിങ് ഒരു സ്റ്റോറിയൊക്കെ വെച്ചാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ ബുദ്ധിസ്റ്റ് കേവ് ആയിട്ട് അജന്ത കേവ്സ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ആ രീതിക്കാണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് തരുന്നത്. പിന്നെ നോർത്തേൺ പ്ലെയിൻസുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അഗെയിൻ തേർഡ് ഇന്ത്യ ഇറാൻ അർമേനിയ ട്രൈലാറ്ററൽ കൺസൾട്ടേഷൻ സബ്മിറ്റ് ഒരു സെപ്റ്റംബർ 2025 നടന്ന ഒരു സബ്മിറ്റ് ആയിരുന്നു. അതിന്റെ വെന്യൂ ആണ് ചോദിച്ചിരുന്നത്. ഇറാനിൽ വെച്ചായിരുന്നു നടന്നത്, ടെഹ്റാനിൽ വെച്ചാണ് നടന്നത്. അതുപോലെ പാർട്ട് 11 ആൻഡ് 12 രണ്ട് സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് ഇൻഡർസ്റ്റേറ്റ് റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സകല ആർട്ടിക്കിൾസും പച്ചവെള്ളം പോലെ പഠിച്ചു വെച്ചോ. ഒരുപാട് ഷിഫ്റ്റുകളിൽ മാറി മാറി ചോദിച്ചിട്ടുണ്ട് ആ ആർട്ടിക്കിൾസ്. അതായത് സാധാരണ ആരും ആ ആർട്ടിക്കിൾസ് ഒന്നും ബൈ ഹാർട്ട് പഠിച്ചിട്ട് പോകാറില്ല. പക്ഷേ ആ ആർട്ടിക്കിൾസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓരോ ഷിഫ്റ്റുകളിലും എടുത്തെടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് പോക്കോടാ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾസ് പഠിച്ചിട്ട് പോക്കോ. കാരണം മിക്കവർക്കും അത് കിട്ടിയില്ല എന്നുള്ളതാണ് കംപ്ലൈൻറ്റ് ചെയ്തത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് എന്തായാലും അടുത്ത ഷിഫ്റ്റുകളിൽ വരും. ഇനി എമർജൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ്, അതായത് ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയുള്ള ആ ഒരു ഭാഗത്തേക്കുള്ള ആർട്ടിക്കിൾസ്, എമർജൻസിയുടെ ആ പ്രൊവിഷൻസുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസും ഇതുപോലെ തന്നെ ഒന്ന് പക്കയായിട്ട് നോക്കി വെച്ചോ. കാരണം 352, 356, 360 എല്ലാവരും പഠിച്ചിട്ട് പോകുന്നതാണ്. പക്ഷേ അതിനങ്ങോട്ടേക്ക് ഇടയിലുള്ള ആർട്ടിക്കിൾസ് ഒന്നും ആരെങ്ങനെ നോക്കാറില്ല. ആ ആർട്ടിക്കിൾസും കൂടി പഠിച്ചിട്ട് പോയിക്കോ. എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ഷിഫ്റ്റുകളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മൃഗപക്ഷി ശാസ്ത്ര എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ടായിരുന്നു. ഹാൻസ് ഡേവിന്റെ ബുക്കാണ്. അതായത് പ്രേ മറ്റേ എന്താ പറയുക, മറ്റേ നമ്മുടെ പ്രേയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രേ പ്രെഡേറ്റ് റിലേഷൻഷിപ്പ് കാണിച്ചു തരുന്ന ഒരു സംഭവം, ആ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ പറയുന്ന ഒരു ബുക്കാണിത് ഹാൻസ് ഡേവിന്റെ. അതും എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാൻസ് ആരാണ് അത് എഴുതിയതെന്നാണ് ചോദിച്ചത്. ഹാൻസ് ഡേവ് ആയിരുന്നു. നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് തന്നെ ഈസിലി എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുമായിരുന്നു. എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചോ. പിന്നെ വൈറ്റമിൻ്റെ കെമിക്കൽ നെയിംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ B1 ആണ് ചോദിച്ചേക്കുന്നത്. ബാക്കിയുള്ള കെമിക്കൽ നെയിംസും എപ്പോൾ വേണമെങ്കിലും എക്സാം അടുത്ത ഷിഫ്റ്റുകളിൽ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചത് വെസ്റ്റേൺ, ഈസ്റ്റേൺ, കോസ്റ്റൽ പ്ലെയിൻസ് തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചോ. RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലേറ്റ് ഹാരപ്പൻ സൈറ്റ്, അതായത് സാധാരണ ചോദിക്കുന്ന IBC സൈറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലേറ്റ് ആയി ഹാരപ്പൻ IBC സൈറ്റ് ഏതായിരുന്നു? ദൈമാബാദുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ദൈമാബാദുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ് അടങ്ങിയ നോട്ട് ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. ഓക്കെ, ഒരു സിംഗിൾ നോട്ടായിരിക്കും ഞാൻ ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കി വെച്ചോ. അടുത്തത് 17th ബ്രിക്സ് സബ്മിറ്റിന്റെ വെന്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ PCBയുടെ ഫുൾ ഫോം പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ്, അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിൾ 370 ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ലഡാക്ക് യൂണിയൻ ടെറിട്ടറി ആയിട്ട് ഡിക്ലെയർ ചെയ്ത ഡേ ഏതാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 370 ആ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകളും എന്തായാലും നോക്കിയിട്ട് പോക്കോ, ആവശ്യം വരും. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങും അതുപോലെ അൺഫേളിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് നമുക്കറിയാം ഇൻഡിപെൻഡൻസ് ഡേക്ക് ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്, റിപ്പബ്ലിക് ഡേക്ക് അൺഫേളിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ അൺഫേളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഫ്ലാഗ് മുകളിൽ കിടക്കുന്നുണ്ടാവും, നമ്മളത് വിടർത്തുന്നു, ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ അൺഫേളിംഗ്. ഇനി ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് താഴേന്ന് കിടക്കുന്ന ഒരു ഫ്ലാഗ് മുകളിലേക്ക് ഉയർത്തുന്നു. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേക്കാണ് നമ്മൾ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നത്, റിപ്പബ്ലിക് ഡേക്ക് അൺഫേളിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് പ്രൈം മിനിസ്റ്റർ ഫ്ലാഗ് എവിടെ വെച്ചാണ് പ്രൈം മിനിസ്റ്റർ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കർത്തവ്യം നമ്മുടെ ഡൽഹിയിൽ വെച്ചും ചെയ്യുന്നുണ്ട്, മറ്റേ റെഡ് ഫോർട്ടിൽ വെച്ചും ചെയ്യുന്നുണ്ട്. ഇൻഡിപെൻഡൻസ് ഡേക്ക് ആണെങ്കിൽ റെഡ് ഫോർട്ടിൽ വെച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടുണ്ട് നോട്ടിൽ, അതുകൂടി ഒന്ന് നോക്കിയിട്ട് പോണേ. പിന്നെ ട്രോപ്പിക്കൽ സൈക്ലോൺസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മൻസബ്ദാരി സിസ്റ്റം ആസ് യൂഷ്വൽ അക്ബർ ഇൻട്രൊഡ്യൂസ് ചെയ്താണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിന്റെ റിപ്പോർട്ടോ സ്റ്റാറ്റോ എന്നാണ് ചോദിച്ചിരുന്നത്, അത് അതിന്റെ റാങ്കിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പോയിക്കോ. UPSCയുടെ ടെന്യൂറും മെമ്പേഴ്സിന്റെ എണ്ണവും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് വെച്ചോ. ഞാൻ UPSC ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഫാക്റ്റും കൂടി നോട്ടിലിട്ടേക്കാം. അടുത്തത് വേൾഡ് റോയിങ് ചാമ്പ്യൻഷിപ്പ്, ഷാങ്കായിൽ വെച്ച് നടന്നുള്ള വേൾഡ് റോയിങ് ചാമ്പ്യൻഷിപ്പ് വെന്യൂ ആയിരുന്നു ചോദിച്ചത്, എവിടെ വെച്ചാണ് നടന്നത്? ഷാങ്കായിൽ വെച്ചാണ് നടന്നത്. പിന്നെ പാർട്ട് 5 അതെന്താണെന്നാണ് ചോദിച്ചത്, യൂണിയൻ എക്സിക്യൂട്ടീവ്, സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു.
പിന്നെ സെൻസസിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള യൂണിയൻ ടെറിട്ടറി അങ്ങനത്തെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്റ്റുകൾ എന്തായാലും നോക്കിയിട്ട് വെച്ചോ, ആവശ്യം വരും. അഗൈൻ അജന്ത കേവ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡുവൽ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം 1857 വാറും എല്ലാം അറിയാലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തത് അവധ് അനക്സ് ചെയ്തിരിക്കുന്ന ഗവർണർ ജനറൽ ആരായിരുന്നു എന്നായിരുന്നു. ഡൽഹൌസിയായിട്ട് ബന്ധപ്പെട്ടാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. പിന്നെ കോസ്റ്റൽ സ്റ്റേറ്റുകളുടെയും അതുപോലെ നെയിമുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൊങ്കൺ, മലബാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം ഗോപാലകൃഷ്ണ ഗോഖലെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എല്ലാവരും പഠിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്ന് പറഞ്ഞാൽ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ പുള്ളിക്കാരനോടൊപ്പം ഉണ്ടായിരുന്ന ആളായിരുന്നായിരുന്നു GK ദിയോദറാണ് അതിന്റെ ഉത്തരം വരുന്നത്. അപ്പോൾ ആരും അങ്ങനെ പെട്ടെന്ന് പഠിച്ചിട്ട് പോകുന്നതല്ല. ഹിസ്റ്ററി ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരാൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനെ അല്ല. നോർമലി ഒരു UPSC പാറ്റേൺ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നവർ പോലും അത്രയും ഫാക്ച്വലായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. അത്തരം ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് NTPC അണ്ടർ ഗ്രാജുവേറ്റിൽ ഉണ്ടായിരുന്നു. കുറച്ച് ലെവൽ കൂടിയതായിട്ടാണ് തോന്നിയത്. ഗ്രാജുവേറ്റിനേക്കാളും ലെവൽ കൂട്ടിയിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഗ്ലോബൽ ജസ്റ്റിസ് ലവ് ആൻഡ് പീസ് സബ്മിറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ഡ്യൂൺസ് എന്താണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ജോഗ്രഫിയിലെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ റിമൂവൽ ഓഫ് പഞ്ചായത്തിന്റെ ചെയർപേഴ്സൺ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവർക്കും കൺഫ്യൂഷൻ അടിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണഗതിയിൽ പഞ്ചായത്തിന്റെ ചെയർപേഴ്സണെ റിമൂവ് ചെയ്യുന്നതിന്റെ റൂൾ ആരാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം. ഈ നമ്മുടെ പഞ്ചായത്തൊക്കെ വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലായതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാണ് അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും ഉള്ളതുകൊണ്ട് തന്നെ മിക്കവരും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാണ് അതിന്റെ ഉത്തരം വരുന്നത്. അതായത് സംസ്ഥാനത്തിന്റെ നിയമസഭയ്ക്കാണ് ഇതിന്റെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള അധികാരം. സോ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അത്യാവശ്യം ഡീപ്പായിട്ട് നോക്കിയിട്ട് പോകും. എനിക്ക് തോന്നുന്നു ചോദിച്ചിരുന്നത് ഇയറും ഡേറ്റും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പാസ്സാക്കിയ പ്രൈം മിനിസ്റ്റർ, അങ്ങനെ എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകളും പല പല ഷിഫ്റ്റുകളായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 6th ഷെഡ്യൂൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മളെല്ലാവരും പഠിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഗ്രാസ് ലാൻഡ് ബേർഡ് സെൻസസ്, ആദ്യത്തെ ഒരു ഗ്രാസ് ലാൻഡ് ബേർഡ് സെൻസസ് ഏത് നാഷണൽ പാർക്കിൽ വെച്ചാണ് കണ്ടക്ട് ചെയ്തതെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അഗെയിൻ ഓക്കെ നമ്മളിത് ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ചോദിച്ചിട്ടുള്ള ഒരു GK ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും മിസ്സാക്കി കളയില്ലടാ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇതൊന്ന് നോക്കി വെച്ചോ, കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും. അതുപോലെ തന്നെ നമുക്ക് NTPC അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷ പോലെ അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു പരീക്ഷയാണ് ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷ. ആരും മിസ്സാക്കി കളയരുത്. നമുക്ക് ഗ്രൂപ്പ് ഡിക്ക് ഒരു 90 ഡേയ്സിന്റെ അടിപൊളി ക്രാഷ് ബാച്ച് റണ്ണിങ് ആണ്. നിങ്ങൾക്ക് ഇതുപോലെ വേണ്ട പ്രയോറിറ്റി ടോപ്പിക്സ് ഒക്കെ മാത്രം പിക്ക് ചെയ്ത് പഠിക്കുന്ന ഒരു പഠിപ്പിക്കുന്ന ഒരു ക്രാഷ് ബാച്ച് ആണത്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് ഈ നമ്പറിലേക്ക് വിളിച്ചോ. ഇനി ക്രാഷ് ബാച്ചിന്റെ ക്ലാസും ക്വാളിറ്റിയൊക്കെ ഒന്ന് കണ്ട് ബോധ്യപ്പെട്ട് അതിന്റെ സ്റ്റഡി പ്ലാൻ ഒക്കെ ഒന്ന് മനസ്സിലാക്കണമെന്നാണെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ സംശയങ്ങളുണ്ടോ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ. ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് മെന്റർഷിപ്പ് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ അക്കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. അപ്പോൾ ടെലിഗ്രാം ചാനൽ പെട്ടെന്ന് ജോയിൻ ചെയ്ത് ഇതിന്റെ നോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. വരുന്ന ദിവസം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് NTPCക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അതെല്ലാം ഞാൻ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനലും ഒന്ന് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. സോ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്, കറണ്ട് അഫെയർ വളരെ ഡീപ്പായിട്ട് പോയിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ട്രിക്ക്, ആരും പഠിക്കാത്ത എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് പഠിച്ചു വെച്ചോ, നല്ലൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ടോപ്പിക്കുകളെക്കാളും ചോദിച്ചേക്കുന്നത് ആരും ശ്രദ്ധിക്കാത്ത കറണ്ട് അഫെയർ ടോപ്പിക്കുകളാണ്. അപ്പോൾ ആരെങ്കിലും ശ്രദ്ധിക്കാത്ത കറണ്ട് അഫെയർ ടോപ്പിക് ഉണ്ടാവില്ലേ, അതൊന്ന് വേണമെങ്കിൽ പഠിച്ചു വെച്ചോ, നമുക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട് എക്സാമിന്. അപ്പോൾ എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ട് തന്നെ അറിയാം എന്താണ് എക്സാമിന് സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന്. അപ്പോൾ കട്ട് ഓഫും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ചെയ്തേക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.